താരസംഘടന അമ്മയുടെ മുൻ ഭാരവാഹിയായ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അൻസിബയ്ക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും കൂടാതെ വർഗീയ വംശീയ പരാമർശങ്ങളും നടത്തിയെന്നാണ് കേസ്. താരസംഘടനയുടെ മീറ്റിംഗുകളിലും മറ്റും അൻസിബയെ ലക്ഷ്യമിട്ട് ജിഹാദി, മത തീവ്രവാദി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചതായും ഡ്രൈവറെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന തരത്തിൽ അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ നടത്തിയതായും പരാതിയിൽ വ്യക്തമാക്കുന്നു. കൂടാതെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള അശ്ലീല പരാമർശങ്ങളും അധിക്ഷേപങ്ങളും ടിനി ടോമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി നടി ആരോപിക്കുന്നു. ഈ കേസിൽ ആദ്യം കടവന്ത്ര പോലീസിനാണ് അൻസിബ പരാതി നൽകിയത്. എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. ടിനി ടോമിന്റെ പരാമർശങ്ങൾ വെറും തമാശയ്ക്ക് പറഞ്ഞതാണെന്നും കേസ് എടുക്കാനുള്ള തെളിവുകൾ പ്രഥമദൃഷ്ട്യാ ഇല്ലെന്നുമായിരുന്നു പോലീസിന്റെ നിലപാട്. എന്നാൽ പോലീസിന്റെ ഈ വിചിത്രവാദങ്ങളെയും അന്വേഷണ റിപ്പോർട്ടിലെ അപൂർണതകളെയും കടുത്ത ഭാഷയിൽ തള്ളിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗൗരവമായ അധിക്ഷേപങ്ങളെ വെറും തമാശയായി കണ്ട് തള്ളിക്കളയാനാവില്ലെന്ന് പറഞ്ഞ കോടതി സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. കേസിൽ നടി നീന കുറുപ്പ് നൽകിയ സാക്ഷിമൊഴിയും അൻസിബയ്ക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. താരസംഘടനയായ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അൻസിബ ഹസൻ രാജിവെച്ചതിന് പിന്നാലെയാണ് ഈ വിവാദങ്ങൾ പൊതുമധ്യത്തിലേക്ക് വരുന്നത്. ടിനി ടോം ചെയ്ത തെറ്റ് തന്നോട് മാത്രമല്ല കേരളം പോലുള്ള ഒരു മതേതര സമൂഹത്തോടും ഇത്തരക്കാരുടെ കപടമുഖം അഴിഞ്ഞു വീഴണമെന്നും അൻസിബ വ്യക്തമാക്കി. ഒത്തുതീർപ്പിന് വഴങ്ങാതെ നീതിക്കായി മുന്നോട്ട് പോകുന്ന അൻസിബയുടെ ഈ പോരാട്ടം മലയാള സിനിമാ രംഗത്തും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴിവിട്ടിരിക്കുന്നത്. വ്യക്തിവൈരാഗ്യം തീർക്കാനെ ഒരാളുടെ മതത്തെയും പേരിനെയും ആയുധമാക്കുന്ന പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായി ഈ കോടതി ഉത്തരവ് വിലയിരുത്തപ്പെടുന്നു.